പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ കേട്ടോ. കാര്യം എന്നറിയാമോ, ഈ ഒരു ചാനലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് മാനിഫെസ്റ്റേഷൻ എഴുതലാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എഴുതി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ് ഒക്ടോബർ 10 10-10 പോർട്ടൽ. എനിക്ക് എപ്പോഴും ഈ 10-10 എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു മാജിക്കൽ മന്താണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ഞാൻ എഴുതുന്ന ഒരു മന്താണ് ഒക്ടോബർ. ഏത് മാനിഫെസ്റ്റേഷൻ എഴുതിയാലും എനിക്ക് റിയാലിറ്റി ആവുന്ന ഒരു മന്താണ്. അതുകൊണ്ട് ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം മന്താണ്. ഞാൻ ഒരിക്കലും ഈ ഒരു മാസത്തെ വിട്ടുകളയാറില്ല. അങ്ങനെ 5 വർഷമായിട്ട് ഞാൻ തുടരുന്ന ഒരു ജേർണിയാണ്. ഏത് മാനിഫെസ്റ്റേഷൻ വന്നാലും ഒരു പുതിയ ബുക്കും വെച്ചിട്ട് ഒരു നല്ല ചിന്തയും നല്ല വിശ്വാസവും ആ ഒരു ഫീലിംഗ് ഒക്കെ കൊടുത്തിട്ടേ ഷീജ അവിടെ റെഡി ആയിട്ടുണ്ടാവും. കാര്യം എന്താ വെച്ചാൽ ഇത് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ചര്യയായിട്ട് മാറിയിട്ടുണ്ട് 5 വർഷമായിട്ട്. പക്ഷെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടോ? സത്യമായിട്ടും ഉണ്ട് കേട്ടോ. എൻ്റെ വരുമാനം മാറിയിട്ടുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി മാറിയിട്ടുണ്ട്, എൻ്റെ കരിയർ ശരിക്കും 100x പ്രൊഡക്റ്റീവായിട്ടുണ്ട്. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. ആ ഒരു മാജിക് നമ്മുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമ്മളിന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഈ ഒരു മലയോട് മാറാൻ പറഞ്ഞാലും മാറും എന്നാണ് എൻ്റെ ഇപ്പോൾ ഉള്ളൊരു വിശ്വാസം കേട്ടോ. അത്രയും പവർഫുള്ളാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പല ആൾക്കാർക്കും എന്തുകൊണ്ട് ഇത് നടക്കണില്ല? അവനവനെ പറ്റി നല്ലതായിട്ടൊന്ന് ചിന്തിക്കാനായിട്ടേ മനുഷ്യർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുകയും ആ വലിയ വലിയ സ്വപ്നത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് അരയും തലയും മുറുക്കിയിട്ട് ആണ് വിചാരിച്ചാലും പെണ്ണ് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു നല്ല ലൈഫാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവിതം എൻ്റെ അച്ഛനുണ്ടാക്കി തന്നതോ അമ്മ ഉണ്ടാക്കി തന്നതോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കോൺട്രിബ്യൂഷനിൽ എനിക്ക് കിട്ടിയതല്ല. ഞാൻ എപ്പോഴും വളരെ സന്തോഷത്തിൽ പറയും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലവും കൂടിയാണത്. പല ആൾക്കാരും വീഡിയോയുടെ താഴെ വന്നിട്ട് പറയാറുണ്ട്, നിങ്ങൾ ശരിക്കും നല്ല വീട്ടിൽ ജനിച്ചതുകൊണ്ട്, നിങ്ങളുടെ ഭർത്താവ് കഠിനമായിട്ട് പണിയെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും നല്ല സാരിയൊക്കെ കൊടുത്തിട്ടൊന്ന് മാലയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കാൻ പറ്റണില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഭർത്താവ് നല്ല പണിയെടുക്കുന്ന ആളാണ്, എൻ്റെ വീട്ടുകാർ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു സംശയമില്ല. പക്ഷേ ഞാൻ ഇന്ന് കാണുന്ന ലെവലിലേക്ക് ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ട് ചിന്തിക്കാനും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കാനുമുള്ള എൻ്റെ പരിശ്രമത്തിൻ്റെ ബലമാണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാസീവായിട്ടുള്ള സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരണമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പോർട്ടൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഇന്നലെ വരെ നിങ്ങളിന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാര്യം എന്താ? ഇന്നത്തെ ദിവസം നമ്മളുടെയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കളയാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ വയസ്സ് 50 60 വയസ്സെന്ന് പറഞ്ഞ നമ്പറാണ്. കാര്യം ഞാൻ ഈ സെക്കൻഡ് കരിയർ തുടങ്ങുന്നത് 47ാമത്തെ വയസ്സിലാണ്. 5 വർഷം എടുത്തു ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? എൻ്റെ ഒരു 5 വർഷം 8 മണിക്കൂർ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് 10,000 മണിക്കൂർ പഠിക്കുക. വേൾഡിലെ ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി പഠിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിലെ നമ്പർ 1 ലൈഫ് കോച്ച് എന്നുള്ളൊരു പോയിന്റിലേക്ക് എൻ്റെ ആ ഒരു സ്വപ്ന ലൈഫ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം എന്നെ തേടി വരുന്നുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. ഇവയെല്ലാം എനിക്ക് നേടിയത് എങ്ങനെയെന്നറിയാമോ? എൻ്റെ ഈ മാനിഫെസ്റ്റേഷൻ കൊണ്ട് തന്നെയാണ്. ഇത്രയും ചെറിയൊരു പീരീഡിൽ ഇത്രയും വലിയൊരു സക്സസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ലോകത്തോട് തന്നെ വിളിച്ചു പറയുകയാണ്. ഈ ഒരു ലോകം തന്ന, ഈ യൂട്യൂബ് തന്ന ഒരു അഭിവൃദ്ധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിനെ എന്നും ഞാൻ നമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നന്ദിയുടെ ഒരു സ്ഥലമാണിത്. എനിക്ക് അത്രയും ഇഷ്ടമാണ് യൂട്യൂബിനെ. കാര്യം ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇതിൽ കാണുന്ന നിങ്ങളുടെ ഓരോ മെമ്പേഴ്സിനോട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും സന്തോഷം. കാര്യം എന്താ? നിങ്ങളുടെ ലൈഫിലേക്ക് ആ സമൃദ്ധി എത്തണം, നിങ്ങളുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ വരണം എന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് ഓരോ വീഡിയോയ്ക്കുള്ള എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു ഫാമിലിയുടെ കൂടെ കൂടിയാലേ പിന്നെ ലൈഫ് കളറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനൊരു യെല്ലോ കളറൊക്കെ ഇട്ടുണ്ട് നിൽക്കണേ. അപ്പം നിങ്ങളുടെ ലൈഫും കളറാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ലൈവായിട്ട് എനർജി വേണമെങ്കിൽ എൻ്റെ ക്ലാസ്സിലേക്ക് വന്നോ. എങ്ങനെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തി കാണിക്കാമെന്ന് ലൈവായിട്ട് എൻ്റെ കൂടെ ഒന്ന് പഠിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി ലൈവ് ക്ലാസ്സിലേക്ക് വരാം.
ഒരു വർഷം നിങ്ങൾക്ക്, ഒരു മാസം നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കണമെങ്കിൽ ഇപ്പം നമ്മളുടെ ഈ ഒരു മന്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓഫേഴ്സ് നടക്കുകയാണ് മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ. 3333 രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നേരെ എൻ്റെ കോഴ്സുകൾ എടുത്തിട്ട് എൻ്റെ ലൈവ് ക്ലാസ്സിലേക്ക് വരാം. നിങ്ങൾ ഏത് രാജ്യത്താണേലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് 24/7 ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കാണ് മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ വേണ്ടി റെഡിയാക്കിയേക്കണേ. ലൈവിലും കയറാം, റെക്കോർഡിങ്ങും കാണാം, ഒരാൾക്കൊരു നഷ്ടമില്ല. അപ്പോൾ ആ രീതിയിലാണ്. അഗെയിൻ 1 ഇയർ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് വന്ന് എൻ്റെ എമറാൾഡ് മെമ്പർഷിപ്പിലേക്ക് വരാം. ഏത് ക്ലാസ്സിൽ വന്നെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒരാൾ മുടക്കേണ്ടി വന്നത് ഒരു ദിവസം 100 രൂപ വെച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഒരു 100 രൂപ വെച്ച് മാറ്റി വയ്ക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വന്നു. എന്തായാലും ഇന്നത്തെ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ഏത് കൂലിപ്പണി എടുക്കുന്ന ആൾക്ക് പോലും 1000 രൂപയിൽ നിന്ന് കൂലിയില്ലാത്ത ആൾക്കാരില്ല. ആ 1000 രൂപയിൽ നിന്ന് 10% മാറ്റി വെച്ചാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സമൃദ്ധിയോടെ ജീവിക്കണം, എങ്ങനെ ലൈഫ് സ്കിൽസ് പഠിക്കണം, എങ്ങനെ പണത്തെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കാം. അപ്പം നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ട്, വളരെയധികം അഭിവൃദ്ധിയുള്ളൊരു ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ലൈഫ് കോച്ച് ഷീജയുടെ അക്കാഡമി വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ പഠിക്കാം. ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ മാസം എന്ന് പറഞ്ഞാൽ ചാകരയാണ് ലൈഫ് കോച്ച് ഷീജയ്ക്ക്. ഏതാൾ വന്നു കഴിഞ്ഞാലും അത്രയും ഓഫറിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകൾ എടുക്കാൻ പറ്റുന്ന സുവർണ അവസരമാണ്. അപ്പോൾ ധൈര്യമായിട്ട് വന്നോളൂ. നമ്മൾക്ക് ഒരു 5000 ആൾക്കാരെ വരെ അഫോർഡ് ചെയ്യണ ലെവലിലേക്ക് സൂമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇന്ന് ഇതിലേക്ക് പോവാം. അപ്പോൾ ഈ 10-10 മാനിഫെസ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഒരു മാനിഫെസ്റ്റേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചില വീടുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രഭയാണ് അല്ലേ? ആ ഒരു വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ നല്ല തേക്കിലൊക്കെ നല്ല എന്താണ് കരവിരുതൊക്കെ ഉള്ള കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള വാതിലൊക്കെ ആണെങ്കിൽ നല്ല എന്താണ് നമ്മൾ പറയില്ലേ, മണിച്ചിത്ര താഴൊക്കെ വെച്ചിട്ടുള്ള ഒരു വാതിൽ. ആ ഒരു വാതിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എന്ത് തോന്നും? ഒരു സ്വർണ്ണപ്രഭ തോന്നുന്നു അല്ലേ? ആ വീട്ടിലേക്ക് കയറുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീട്ടിലേക്ക് കയറുന്നു, ഫുൾ ഷാൻഡ്ലിയറൊക്കെ വെച്ചിട്ട് അത്രയും വെളിച്ചമുള്ളൊരു വീട്. നിങ്ങൾക്ക് സന്തോഷമായിരിക്കില്ലേ? ഇതുപോലെയാണ് 10-10 മാനിഫെസ്റ്റേഷൻ പോർട്ടൽ. അപ്പോൾ ഈ ഒരു പോർട്ടൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയൊരു ലോകത്തേക്ക്, നിങ്ങളുടെ ആ ഒരു സ്വപ്ന ലോകമില്ലേ, അത് നിങ്ങളുടെ റിയാലിറ്റി ആക്കാനായിട്ടുള്ള ഏറ്റവും പറ്റിയ സമയമാണ്. അപ്പോൾ എഴുതാൻ തുടങ്ങുക. എഴുതി അകത്തുണ്ടാക്കിയാൽ ഈ പുറത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം ഒരു പുതിയ ബുക്കൊക്കെ മേടിക്കുക, ഒരു പേന എടുക്കുക, റെഡി ആവുക. ഞാൻ എന്താ ചെയ്യണമെന്നറിയാമോ? ഞാൻ എപ്പോഴും കുറേ ബുക്കുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ബുക്സാണ്. അപ്പോൾ ഈ ബുക്കുകൾ വെച്ചിട്ട് ഓരോ മാനിഫെസ്റ്റേഷൻ ബുക്ക് ഇങ്ങനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഇങ്ങനെ ബേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രയർ റൂമിൽ പോകും. ഞാനൊരു മെഴുകുതിരി കത്തിക്കും, ചന്ദനത്തിരി കത്തിക്കും. എൻ്റെ ആ ഒരു ഇൻറ്റൻഷനൊക്കെ ബേസ് ചെയ്ത് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. അതിന് എൻ്റെ റൂമിൽ വരും. എൻ്റെ റൂമിൽ വന്നൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആ മെഴുകുതിരി വെട്ടത്തിൻ്റെ ഒപ്പം ഞാനിങ്ങനെ മ്യൂസിക്കൊക്കെ ഇടും. അപ്പം എന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പോയിട്ട് നമ്മളുടെ ഈ ഒരു ചാനലിൽ തന്നെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക് നിങ്ങൾക്ക് കേട്ടിട്ട് എഴുതാനുള്ളൊരു സിസ്റ്റം ഒരു 89 റുപ്പീസിലൊക്കെ നിങ്ങൾക്കത് ആ മ്യൂസിക് ബേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് വെച്ചിട്ട് എഴുതാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തോ. അതിൻ്റെ അകത്ത് ആ ഒരു മ്യൂസിക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് എഴുതാൻ തുടങ്ങുക. എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമുക്കൊരു പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. 3 കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കണേ. അപ്പോൾ പല ആൾക്കാർക്കും പറ്റണ കാര്യം എന്താ? എപ്പോഴും പാസ്റ്റിൽ തന്നെ കിടക്കും, പ്രസന്റും ഫ്യൂച്ചറിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് മെജോറിറ്റി ആൾക്കാരുടെ പ്രശ്നം. അപ്പം നമ്മൾ എന്താ ചെയ്യണേ? നമ്മുടെ കഥയിൽ നിന്ന് മാറ്റി എഴുതാൻ പോവുകയാണ് 10-10 മാനിഫെസ്റ്റേഷനിൽ. നമ്മളൊരു ബുക്ക് എഴുതുന്നു. ആ ബുക്കിൽ ശരിക്കും 3 കോളം നമ്മൾ വരയ്ക്കുകയാണ്. ഒരു കോളത്തിൽ നമ്മൾ എഴുതണത് പാസ്റ്റ് ടെൻസ് ആണ്, ഒരു കോളത്തിൽ നമ്മൾ എഴുതുന്നത് പ്രസന്റ് ടെൻസ് ആണ്, ഒരു കോളത്തിൽ നമ്മൾ എഴുതുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഈ ഫ്യൂച്ചറാണ് എഴുതുന്നത്. ഈ 3 രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. 10 പ്രാവശ്യം എഴുതണം. രാവിലെ പാസ്റ്റ് എഴുതുക, എഗെയിൻ ഉച്ചയ്ക്ക് നമ്മൾ പ്രസന്റ് എഴുതുക, രാത്രി നമ്മൾ ഫ്യൂച്ചർ എഴുതുക. ഈ രീതിയിലാണ് നമ്മൾ മൂവ് ഔട്ട് ചെയ്യണം. സപ്പോസ് നമ്മളിങ്ങനെ പറയുവാണ്, പല ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും ആദ്യം ഏത് മാനിഫെസ്റ്റേഷന് പോകണമെങ്കിലും ആ മാനിഫെസ്റ്റേഷൻ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം. കാര്യം പല ആൾക്കാരുടെയും സ്വപ്നം എന്താ? ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരിയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ സ്വപ്നം ഏറ്റവും നല്ല ക്ലയൻസിനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ കിട്ടുക. ഇപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്താണെന്നറിയാമോ? ഒരു വർഷം
ഞാനിപ്പോൾ നോക്കിയപ്പോൾ സൂമിൽ ഒരു 5,000 ആൾക്കാരെയൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യണ എൻ്റെ സ്വപ്നം എന്താ, ഒരു 60,000 സ്വപ്ന ക്ലയൻസിനെ ആകർഷിക്കാൻ പറ്റിയ അടിപൊളിയാണ്. അത്രയും വലിയൊരു സ്വപ്നമാണ് ഞാൻ ചിന്തിക്കണേ. അങ്ങനെ 60,000 പേരെ ഒരു വർഷം പഠിപ്പിക്കാൻ പറ്റിയ എനിക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 7 lakh പ്ലസ് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ അത്രയും വലിയൊരു സ്വപ്നം ഞാൻ ചിന്തിക്കണേ. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് ഒരു ഇൻറ്റൻഷനായിട്ട് സെറ്റ് ചെയ്യുക. സത്യത്തിൽ ഇൻറ്റൻഷൻ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്മാർട്ട് ഗോളായിട്ട് എഴുതാൻ നോക്കുക. ഞാൻ കുറച്ചിങ്ങനെ എന്താണ് പ്രാന്തം ഗോളുകൾ എഴുതുന്ന ഒരു സ്വഭാവമൊക്കെ 10-32 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരാളാണ്. പക്ഷെ നിങ്ങൾ ആദ്യം എഴുതുമ്പോൾ ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോണ ആൾക്കാർ ഇപ്പോൾ 1,00,000 രൂപയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ 1 lakh തന്നെ എഴുതുക. കാര്യം നമ്മുടെ മൈൻഡിനെ ഇതിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് എന്തുകൊണ്ടത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണേ, ഞാൻ ഈ ഒരു 3 വർഷം കൊണ്ട് ഒരു 10-25,000 പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഒരു മാസം ഒരു 1,000 പേരൊക്കെ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്വപ്നം 5,000 പേരെ എടുക്കാം എന്നുള്ളത് ഈ ഒരു 3 വർഷം അല്ലെ 3.5 വർഷം കൊണ്ട് അത് എനിക്കൊരു എന്താണ് എൻ്റെ റിയാലിറ്റി ആയിട്ട് മാറി. അത്രയും വലുതായിട്ട് ചിന്തിക്കാനുള്ള ലെവലിലേക്ക് എൻ്റെ ബ്രെയിന് ശീലമായപ്പോൾ എനിക്കിപ്പോൾ അതൊരു ഒന്നുമില്ല. ഞാനിപ്പോൾ ഓരോ ദിവസവും അത്രയും ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളക്റ്റീവായിട്ട് 1,000-5,000 പേര് വന്നാലും എനിക്കതൊരു പ്രശ്നമില്ല. എൻ്റെ മൈൻഡിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മൈൻഡിനെ നമുക്ക് എന്താണോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1,00,000 രൂപയാണ് അല്ലെങ്കിൽ 10,00,000 രൂപയാണ് എന്താണോ നിങ്ങളുടെ ആ ഒരു ഗ്ലാസ് സീലിംഗ് ആ ഒരു ഇത് ബേസ് ചെയ്തിട്ട് അതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ പൊക്കത്തിലെങ്കിലും എഴുതുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ 1,00,000 ആണ് 1,00,000, 10,00,000 ആണ് 10,00,000, ഇന്ന ജോലിയാണ് ഇത്, എന്തായാലും അത് അങ്ങനെയുള്ള ലെവലിലേക്ക് ബേസ് ചെയ്യാം. ആ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇനി നമ്മൾ പാസ്റ്റിലേക്ക് പോവാണ്. പല ആൾക്കാരുടെയും പാസ്റ്റ് എന്തായിരിക്കും, ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് നടന്നില്ല, എൻ്റെ ഗോള് കിട്ടിയില്ല, ഇതായിരിക്കും നമ്മളുടെ ലെവലിലുള്ള. പക്ഷേ ഈ ഒരു എനർജിയാണ് നമുക്ക് കൊടുക്കണമെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. കാര്യം എന്താ, ഇങ്ങനെ ഒരു എനർജി വരുമ്പോൾ തന്നെ നമുക്ക് പേടി വരും, ഫ്രസ്ട്രേഷൻ വരും, അയ്യോ ഞാൻ രക്ഷപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു ഇമോഷൻ വരും. ആ ഇമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കും. നമ്മൾ എന്ത് പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ സ്വപ്ന ക്ലയൻസിനെ കിട്ടിയതിന് നന്ദി. എത്ര ക്ലയൻസിനെ, ഞാനാണെങ്കിൽ പറയും എനിക്ക് ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം 5,000 ക്ലയൻസിനെ ലഭിച്ചതിന് നന്ദി നന്ദി നന്ദി. അപ്പോൾ അത് 10 പ്രാവശ്യം എഴുതും. രണ്ടാമത് എന്ത് ചെയ്യും, പാസ്റ്റ് ടെൻസിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മളൊരു റിസീവിങ് മോഡിലേക്ക് മൂവ് ഔട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ കൂടെ എന്താ, വർത്തമാനത്തിൽ കാര്യം നടന്നു. പാസ്റ്റിൽ നമ്മൾ പ്രസന്റ് ടെൻസിൽ ശരിക്കും വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓൾമോസ്റ്റ് എന്താ സംഭവിക്കുക, പാസ്റ്റിൽ നമ്മൾക്ക് കാര്യങ്ങൾ പൂർത്തീകരിച്ചതായിട്ട് നമ്മൾ എഴുതി. അഗെയിൻ പ്രസന്റിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഐ ആം റിസീവിങ് ഡ്രീം ക്ലയൻസ് ഹു അലൈൻഡ് വിത്ത് മൈ പർപ്പസ്. എൻ്റെ പർപ്പസുമായിട്ട് അലൈൻ ചെയ്യുന്ന സ്വപ്ന ക്ലയൻസിനെ ലഭിച്ചതിന് ലഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് റിസീവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക. അപ്പോൾ എന്താ, എൻ്റെ ലക്ഷ്യവുമായി യോജിക്കുന്ന സ്വപ്ന തുല്യരായിട്ടുള്ള ക്ലയൻസിനെ ഞാൻ സ്വീകരിക്കുന്നു. ആ ഒരു മോഡാണ് നമ്മൾ ഇതിലെഴുതുക. അപ്പോൾ ഇനി അടുത്തത് എന്താ, ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താ വിചാരിക്കണേ, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പേടിയാണ്, ദൈവമേ എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ചിന്തിക്കുക. അപ്പം നമ്മൾ എന്താ പറയുക, ഫ്യൂച്ചർ നമുക്ക് എപ്പോഴും സ്വപ്ന തുല്യമായിട്ടുള്ള ഫ്യൂച്ചർ തന്നെ ആക്കണം. അപ്പം നമ്മൾക്ക് എന്ത് ചിന്തിക്കണം, നമ്മൾക്കപ്പോൾ അത് എപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് ഇത് വരണുണ്ടെന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യണേ. അപ്പം ഞാനാണെങ്കിൽ ഫ്യൂച്ചർ എഴുതുക എന്ത് ചെയ്യും, എൻ്റെ സ്വപ്ന ക്ലയൻസ് ഓരോ ദിവസവും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. എവറി ഡേ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എവറി മിനിറ്റ് എൻ്റെ അക്കൗണ്ടിൽ കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജിയാണ് ഞാൻ കൊടുക്കണമെങ്കിൽ എന്താ സംഭവിക്കണേ, എനിക്ക് പിന്നെ ടെൻഷനില്ല, ഹാപ്പിയാണ്. കാര്യം എന്താ, ഓരോ മിനിറ്റിലും ഞാൻ സമ്പത്തിൽ നിന്ന് സമ്പത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ എനർജി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇല്ലായ്മയില്ല, നമ്മൾക്ക് റിച്ച്നെസ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതാൻ നോക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്തേ, നമ്മൾ ആദ്യം ഒരു ഇൻറ്റൻഷൻ ബേസ് ചെയ്തു. പല ആൾക്കാരുടെയും വീടെന്ന് പറഞ്ഞാൽ ഫുൾ വഴക്കും വയ്യാവേലിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻറ്റൻഷൻ വെക്കാം, എൻ്റെ വീട്ടിൽ സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഒക്കെ ഉള്ള ഒരു പ്രകാശമുള്ള മനോഹരമായിട്ടുള്ള വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾക്ക് അഗെയിൻ ഭൂതകാലം നമ്മൾ ആ ഇൻറ്റൻഷൻ ബേസ് ചെയ്ത് എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, ഐശ്വര്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്.
അങ്ങനെയുള്ള വീട്ടിലാണ് ഞാൻ ജീവിക്കണേ എന്നുള്ള ഇൻറ്റൻഷൻ ബേസ് ചെയ്തു. എഗെയിൻ നമ്മൾ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വീടിനെ നമ്മൾ കിട്ടിയതായിട്ട് നന്ദി എഴുതുക ചെയ്യണേ. എഗെയിൻ ഈ ഒരു വർത്തമാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നതിന് അത് ഞാൻ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലേക്ക് ആ അനുഭവങ്ങൾ റിസീവ് ചെയ്യുകയാണെന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലേക്ക് ആ സ്വീകരിക്കുന്ന ആ ഒരു എനർജി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഓരോ ദിവസവും നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റുക ചെയ്യണേ. അപ്പം നമ്മളുമായിട്ടൊരു അലൈൻ ചെയ്യണ ഒരു നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കണതെങ്കിൽ ലൈഫ് മാറും. കാര്യം എന്താ? ഓരോ ദിവസവും ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ഒരാളാണ് രാത്രി കിടന്നുറങ്ങണതിന് മുമ്പ്. അപ്പോൾ ആ ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, അതെല്ലാം നടന്നതായിട്ട്. പക്ഷെ രാവിലെ പിന്നെ എണീറ്റ് എൻ്റെ ബ്രെയിന് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ബേസ് ചെയ്യണതുകൊണ്ട് എന്താ സംശയം? ഒരു സംശയവും ഇല്ല. അപ്പോൾ ഞാൻ അത് കിട്ടിയതായിട്ട് തന്നെ എൻ്റെ ലൈഫിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ബ്രെയിൻ അതങ്ങ് എടുക്കുക ചെയ്യണേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് നമ്മൾ പാസ്റ്റ് ടെൻസ് ബേസ് ചെയ്യാം. എന്നാൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഐ റിസീവ്ഡ് മൈ ഡ്രീം ക്ലയൻസ് ഹു വാല്യൂഡ് മൈ വർക്ക് എന്ന് പറഞ്ഞിട്ട് 10 പ്രാവശ്യം എഴുതുക. എഗെയിൻ എന്ത് ചെയ്യുക? പ്രസന്റ് ടെൻസി വരിക. ഐ ആം റിസീവിങ് ഡ്രീം ക്ലയൻസ് ഹു അലൈൻഡ് വിത്ത് മൈ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് 10 ടൈംസ് എഴുതുക. എഗെയിൻ ഫ്യൂച്ചറിൽ എങ്ങനെ എഴുതണം? ഐ നോ മൈ ഡ്രീം ക്ലയൻസ് ആർ കമ്മിങ് ടു മൈ ലൈഫ് എവറി ഡേ. അപ്പം ഇങ്ങനെ 10 പ്രാവശ്യം രാവിലെ, ഉച്ച, വൈകുന്നേരം 3 പ്രാവശ്യം എഴുതുക. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നമ്മൾ ആ ഇമോഷൻ ഫീൽ ചെയ്യണം. എഗെയിൻ നമ്മൾക്ക് ആ അത് കിട്ടിയതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. കിട്ടിയ ആ ഒരു റിച്ച്നെസ് നമുക്ക് കൊണ്ടുവരണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ദിവസവും 7 ദിവസം നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. 7 days, രാവിലെ, ഉച്ച, വൈകുന്നേരം. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സിൽ നമ്മൾ 100% സറണ്ടർ ചെയ്ത് എഴുതണമെങ്കിൽ ലൈഫിൽ അത് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞാൻ ഇങ്ങനെയുള്ള പ്രോസസ്സ് ഒത്തിരി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നല്ല രീതിയിലേക്കുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ യൂട്യൂബാണ് മോണിറ്റൈസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ലെവലിൽ എഴുതുക. നിങ്ങൾക്കൊരു ഹെൽത്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ബേസ് ചെയ്യുക. ഏത് ചെയ്യുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് ഭൂതകാലത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പാസ്റ്റിനെ ഒന്ന് സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടിയതായിട്ട് ബേസ് ചെയ്യുക. ഇതിൽ വരുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ആ പ്രസന്റ് ടെൻസിൽ ആണെങ്കിൽ ഓരോന്നിനും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കൊടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ പെട്ടെന്ന് കയ്യിൽ കിട്ടും. ഒരു സംശയവും വിചാരിക്കേണ്ട. ലൈഫ് മാജിക്കലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് സാധിക്കും. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ എഴുതുക. ഐ ആം ഏർണിംഗ് 40 lakhs അല്ലെങ്കിൽ 10 lakhs ഇൻ എ ഇയർ എന്നോ എന്താണ് നിങ്ങളുടെ വിശ്വാസം, അത് ബേസ് ചെയ്തിട്ട് ധൈര്യമായിട്ട് മാനിഫെസ്റ്റേഷൻ എഴുതാൻ തുടങ്ങുക. കാര്യം ഇപ്പം ജോലി കിട്ടണതാവാം, കല്യാണം നടക്കണതാവാം, വെയിറ്റ് കുറയ്ക്കണതാവാം, എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടത്താം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യാൻ തുടങ്ങുക. ലൈഫ് എന്തായാലും എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഡേയ്സ് നിങ്ങളെ സഹായിക്കും. താങ്ക് യു.